ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഗെയിം ഓഫ് റീസ്റ്റാർ ഗെയിമർ. ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫുട്ബോൾ ലീഗാണ്. നമുക്ക് നന്നായിട്ട് കളിക്കാൻ നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ഇട്ടേക്കണം. ഓക്കെ ഗായ്സ്, തുടങ്ങിയിരിക്കുന്നു. ഇത് റൗണ്ട് 4 ആണ്. ഞാൻ കുറേ റൗണ്ട് ക്ലിയർ ചെയ്തവർക്കാണ് ആദ്യം കിക്ക് കിട്ടിയത്. ഓക്കെ, നമ്മൾ കളി ഇതാ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ബോൾ വന്നിട്ടുണ്ട്. ഞാൻ പാസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഗോളിയെ കൊണ്ട് ഷൂട്ട് അടിപ്പിക്കാം. ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ. ഓ ഗൈസ്, ഓഫ് സൈഡ് വിളിച്ചു ഗൈസ്. ഞാൻ പെട്ടെന്ന് അകത്തോട്ട് ഓടി, അതുകൊണ്ട് ഓഫ് സൈഡായിപ്പോയി. ഗൈസ്, ഞാൻ ടാക്കിൾ ചെയ്തു, പക്ഷേ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബോൾ എടുക്കാൻ പറ്റിയില്ല. ഇത്തവണ ഞാൻ ബോൾ എടുക്കും. എടുത്ത് ഗൈസ്, എടുത്ത്. നമുക്കിനകത്തോട്ട് ഞാൻ സ്കില്ലിട്ടാണ് പോകുന്നത്. ഡ്രിബിൾ ചെയ്തുകൊണ്ട് കുറേ സ്കില്ലിടുന്നുണ്ട് ഗൈസ്. അമ്മമാരെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് അകത്തോട്ട് കയറണ്ടേ. അമ്മമാരെ ബ്ലോക്കായിട്ട് നിൽക്കുക, അതുകൊണ്ടാണ് സ്കില്ലിട്ട് കയറുന്നത്. എന്തെങ്കിലും കുഴപ്പം പറ്റും ഗൈസ്. ഇപ്പോൾ കണ്ടോണം, ആരും അടിച്ചു കളയും. നമ്മളെ ഇത്ര പെട്ടെന്ന് ഗോൾ ചെയ്യാൻ സമയത്തില്ല. എന്താ ആദ്യത്തെ ഷൂട്ട് നമ്മളെ ഗോൾ കയറ്റി ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇവനാണ് നമ്മൾ എപ്പോഴും ഗോൾ അടിക്കുന്ന ആൾ, സി ക്ലാർക്ക്. അതിൻ്റെ റിവ്യൂ ഉണ്ടാകും ഞാൻ എങ്ങനെ ഗോൾ അടിച്ചതെന്ന്. നോക്കിയാൽ ഗൈസ്, അത് ഞാൻ സി ക്ലാർക്കിന് പാസ് കൊടുത്തു. അവിടുന്ന് അവൻ നേരെ അടിക്കുമായിരുന്നു ഗൈസ്. ഓക്കെ, ഒന്നും കൂടെ തുടങ്ങിയിരിക്കുന്നു. അവന്മാർ കിക്ക് എടുത്തു. ഓക്കെ, അവൻ താഴെ വീണു, പക്ഷേ ഫൗളല്ല അത്. ഞാൻ സ്പ്രിൻ്റ് ഇട്ടേ ഉള്ളു. ഓക്കെ, പാസ്. ഓ, ത്രൂ ഇട്ടേ ഗൈസ്. അത് അവൻ്റെ പോയി. ഇനിയും പിന്നെയും പോയി ഗൈസ്. ഇത്തവണ നമുക്ക് കിട്ടും ഗൈസ്. അവന്മാർ ഒരു ഗോൾ അടിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ 1 മുട്ടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കൊന്നുണ്ട്, അവർക്ക് മുട്ട. യുവമാരൊക്കെ ഒരു വേറെ രീതിയിലാണ് ഗൈസ് കളിക്കുന്നത്. യുവമാരത്ര സ്കില്ലൊന്നും ഇടത്തില്ല, ഞാനാണ് സ്കില്ലിടുന്നത്. ഇവിടെ അടുത്ത ഗോൾ അടിച്ച ഗൈസ്, അതും സി ക്ലാർക്ക് തന്നെയാണ്. അത് സീനൊരു ഗോളാണ് ഗൈസ്, നിങ്ങൾ കണ്ടോ എന്നത്. നമുക്കതൊക്കെ സ്കിപ്പ് ചെയ്ത് ഗെയിമിലോട്ട് പോവാം. നമുക്ക് അവൻ്റെ എടുത്തിട്ടുള്ള ബോള് നമുക്കിനി ഒരു പാസ് വല്ലതും കൊടുക്കാം, അല്ലെങ്കിൽ തന്നെ കയറാം. നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം ഗൈസ്. ഓ, കയ്യെ തട്ടി വെല്ലോട്ട് പോയി ഗൈസ്. കോർണർ കിട്ടി. നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെ അടിക്കണ്ടേന്നൊക്കെ. ഞാൻ അടിച്ചു ഗൈസ്. ഗോളി ചിലപ്പോൾ കയറിക്കും ഗൈസ്, ഉറപ്പില്ല എനിക്ക്. ഓക്കെ, പാസ് കൊടുത്തു. എങ്ങനെയൊക്കെ ഒരു പാസ് കൊടുത്തു. ഓ, പിന്നെ ഓഫ് സൈഡ് ഗൈസ്. കിടന്ന് എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ പാസ് കൊടുത്ത് എറിയാണ്ട് അത് ഓഫ് സൈഡായി ഗൈസ്. കഷ്ടപ്പാട് ഫുള്ള് പോയി ഗൈസ്. ഓ, പിന്നെ അവൻ്റെ കിട്ടി ഗൈസ്. നമുക്ക് അവൻ്റെ നിപ്പം എടുക്കാം. നമ്മൾ സ്പ്രിൻ്റ് ഇടുവാണെങ്കിൽ അവന്മാരുടെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. സ്പ്രിൻ്റ് ആണെങ്കിൽ സ്പീഡും കൂടും. ഞാൻ നോക്കണ്ടോ, അത് നമ്മുടെ ചുറ്റിലും പച്ച വര പോലെയാകും, സ്പീഡ് കൂടും. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മണ്ടക്കോട്ടോ ഇരിക്കുവാണെങ്കിൽ മണ്ടക്കോട്ട് റെയിൻബോ സൈഡിൽ റൈറ്റ് സൈഡിലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രിബിൾ ചെയ്യും. ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു സ്കില്ലിടും ഗൈസ്. നമ്മൾ പാസിൽ മണ്ടക്കോട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ഹൈറ്റിൽ പാസ് കൊടുക്കാൻ പറ്റും ഗൈസ്. ഓ ഗൈസ്, ഗോളാവോ നോക്കാം. നമ്മുടെ പാസ് കിട്ടി. ഓ, നേരെ ഗോളിൻ്റെ കയ്യിലോട്ടാണ് ഗൈസ്, അതുകൊണ്ട് ഗോളായില്ല. നമ്മൾ എന്തോ ചെയ്യും ഗൈസ്. ഓക്കെ, എന്തേ പിന്നെ ബോൾ കിട്ടി. ഇത്തവണ ചിലപ്പോൾ ഗോൾ അടിക്കാൻ പറ്റും, നോക്കാം. പക്ഷേ പ്രഷർ കൂടുക ഗൈസ്, ഒത്തിരി ആളുണ്ട്. ഓ, കമ്പിയെ തട്ടി ഗൈസ് പോസ്റ്റിൻ്റെ, അതുകൊണ്ട് എനിക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, അമ്മമാർ ഗോളിക്ക് കിട്ടും. ഓ, ഹാഫ് ടൈം ആയി ഗൈസ്. നമ്മൾ ഫോർമേഷനൊക്കെ വ്യത്യാസം വരുത്താറുണ്ട് ഗൈസ്. ഫോർമേഷൻ മാറ്റണം, നമുക്ക് ആൾക്കാരെ ചെറുതായിട്ട് മാറ്റണം ഗൈസ്. ഓക്കെ, ആയിട്ടുണ്ട്. നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ കിക്ക് ഗൈസ്. നമ്മൾ അകത്തോടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു പാസ് ഇട്ടിരിക്കുകയാണ്.
പാസ്സല്ല വയസ്സ് അറിയാൻ ഞാൻ ഷൂട്ടനൊക്കെ പോയി. എന്തായാലും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഈ കളി കളിക്കുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് അടിക്കുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് അടിക്കണം ഗൈസ്. ഈ ഗെയിമിൻ്റെ ഒരു ഫുട്ബോൾ ലീഗ് 2025 എന്നായിരുന്നു, ഇപ്പോൾ 2026 ആക്കി ഗൈസ്. ഞാൻ കഴിഞ്ഞ വർഷം കളിച്ചത്, അപ്പോൾ 2025 ആയിരുന്നു. ഈ ഗെയിം കളിക്കുന്നവരൊന്ന് കമൻ്റ് അടിച്ചേക്കണേ. പിന്നെ എന്തെങ്കിലും ട്രിക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. നമ്മൾ സ്ലൈഡ് അടിച്ചെടുത്തു ഗൈസ്. യെല്ലോ കാർഡ് ഇട്ട് നമ്മുടെ പെപ്പയ്ക്ക്. ഫൗളായി ഗൈസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്നു ഗൈസ്. പെപ്പ നമുക്ക് യെല്ലോ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെ കാണാം. എന്തോ കഷ്ടമാണ് ഗൈസ്. പറപ്പിച്ച് അകത്തോട്ടൊരു ഗോൾ അടിച്ചു ഗൈസ്. ഇന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചപ്പോൾ ഗോളുകൾക്കായിട്ട് ഇറക്കി കൂടെ കയറിപ്പോയായിരുന്നു. സിമ്പിളായിട്ട് ഞാൻ ഗോൾ അടിച്ചായിരുന്നു. 2 ഗോൾ അങ്ങനെ അടിച്ചായിരുന്നു. പക്ഷെ ഇന്നെന്താ അറിയത്തില്ല ഗൈസ്, പറ്റുന്നില്ല. ഇത് പക്ഷേ എൻ്റെ ഈ ഫുട്ബോൾ ലീഗ് കളിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ മറ്റേത് ഇട്ടിട്ടില്ല, ഞാൻ കളിച്ചതേ ഉള്ളൂ. എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓഫ്ലൈനായിട്ടും കളിക്കാം. അതാണ് എൻ്റെ മെയിൻ കാരണം എനിക്ക് ഇഷ്ടപ്പെടാനുള്ളത്. ഡൗൺലോഡ് ചെയ്യാനൊരു 167 MB എങ്ങാണ്ടാണ്. ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പ്ലേ സ്റ്റോറിൽ കയറി ഫുട്ബോൾ ലീഗ് അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് FC ആയിരുന്നു ഗൈസ് ഇഷ്ടം. പക്ഷേ അതിന് നെറ്റും വേണം, പിന്നെ ഭയങ്കര അതിന് ഒത്തിരി MB ആവും ഗൈസ്. ഒത്തിരി ഡാറ്റയൊക്കെ വേണം. നമ്മൾ പിന്നെയും കൊടുത്ത് ബാക്കിലോട്ട് നമ്മൾ പാസ് കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് പാസ് ബാക്കാണ്. ഗൈസ് വെളിയിൽ പോയി. കളി കിട്ടുന്നില്ലല്ലോ ഗൈസ്. അല്ല കൈ കിട്ടുന്നില്ലല്ലോ ഗൈസ്. തെറ്റിപ്പോയി ഗൈസ്. നമ്മൾ സ്കില്ലിട്ട് കയറിയിട്ടുണ്ട്. സ്പ്രിൻ്റ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രിൻ്റ് ഇടുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ടാണ് ഗൈസ്. അവർ ബാക്കിലോട്ട് തള്ളിക്കൊണ്ട് പോകുന്നു. ഓക്കെ, സ്പ്രിൻ്റ് ഇട്ട് നമ്മളെടുത്ത് സ്പ്രിൻ്റ് ഇട്ട് നമ്മൾ സ്പീഡ് കൂടും ഗൈസ്. പാസ് ഇട്ട് അത് സി ക്ലാർക്കിൻ്റെ കയ്യിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെപ്പെ സി ക്ലാർക്കുമാണ്. എങ്ങോട്ടാണ് ഗൈസ് അടിച്ച് കളഞ്ഞു അവൻ? പോസ്റ്റിന് നേരെയല്ലായിരുന്നു, അവനെ വേറെ എങ്ങോട്ടാണ് അടിച്ച് കളഞ്ഞു ഗൈസ്. ഗോളിക്കായി നമ്മളൊരു പാസ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, പെപ്പയ്ക്ക് കിട്ടി. പെപ്പ സ്കില്ലിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒത്തിരി ആളാകും ഗൈസ്. നമുക്കിപ്പോൾ കയറി അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സ്കില്ലിട്ട് എല്ലാത്തിനും കട്ട് ചെയ്ത് കയറാൻ നോക്കുന്നത്. ചിലപ്പോഴേ അടിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് അങ്ങനെ നേരെ കയ്യിലോട്ട് ഗൈസ്. ഞാൻ പതുക്കി ഒന്ന് അകത്തോട്ട് അടിക്കാൻ നോക്കിയതാണ്. പക്ഷേ അവൻ പിടിച്ച് നൈസായിട്ട് അടിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചവൻ കാണത്തില്ലെന്ന്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ മാച്ച് കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു മാച്ചായിരുന്നു ഗൈസ്. പക്ഷേ എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന പോലൊന്നും ചെയ്തില്ല ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഗോളൊന്നും അടിക്കാൻ പറ്റില്ല. 2 ഗോൾ ആകെ അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് കോയിൻസ് ഇട്ടിട്ടുണ്ട്. നമുക്കിനിയും ട്രെയിനിങ് ആണ് ഗൈസ്. അടുത്ത ട്രെയിനിങ് ഷൂട്ടിൻ്റെയാണ്. നമ്മളതിനെ പെപ്പയും പിന്നെ മിസ്റ്റർ റീഡിനെയും വേറെ ആരെയും കൂടെ അയക്കുന്നുണ്ട് ഗൈസ്. ആ ഷൂട്ടിൻ്റെ ട്രെയിനിങ് കൂടും. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇങ്ങനത്തെ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറെ വീഡിയോയുമായിട്ട് വേറെ ദിവസം കാണാം. ഓക്കെ, അപ്പോഴത്തേനും ബൈ.